സഭയുടെ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. കർഷകർക്ക് വേണ്ടി സർക്കാരിനോട് പോരാടുകയാണ് പ്രതിപക്ഷം. കർഷകരെ ഈ സർക്കാർ ദ്രോഹിക്കുന്നത് കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്. അവസാനം അദ്ദേഹവും പാർട്ടിയും ഗത്യന്തരമില്ലാതെ വാക്കൌട്ട് ചെയ്തു. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇതൊരു 4 ദിവസം മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനൊരു അടിയന്തര പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പം ഇത് പരിഹരിച്ചു. അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്, തെളിവായി ചൂണ്ടിക്കാട്ടിയത് ഇന്നത്തെ മലയാള മനോരമയാണ്. നെല്ല് കയറ്റിക്കൊണ്ടുപോകുന്ന ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കണ്ടില്ല എന്ന് തോന്നുന്നത്. അതിൻ്റെ ഹെഡിങ് എന്താണെന്ന് അറിയാം മനോരമയുടെ? അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പടത്തിൻ്റെ കർഷക സങ്കടത്തെ മുതലെടുത്ത് സർക്കാർ, അതാണ് ഹെഡിങ്. സാർ രണ്ട് വായിച്ചോട്ടെ. ഭരണകൂടത്തിൻ്റെയും മില്ലുകാരുടെയും സമ്മർദ്ദതന്ത്രം ബലിച്ചു. കാഞ്ഞിരം മലരിക്കൽ ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തിൽ 2 കിലോഗ്രാം കിഴിവിന് കർഷകർ വഴങ്ങേണ്ടി വരുന്നു. പ്രദേശത്ത് ഇന്നലെ നെല്ല് സംഭരണം ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയാണ്. ഇന്നലെ മഴ കൂടി എത്തിയതോടെ കൂടുതൽ കർഷകർ 100 കിലോഗ്രാം നെല്ല് സംഭരിക്കുമ്പോൾ 2 കിലോഗ്രാം കിഴിവ് എന്ന മില്ലുകാരുടെ ആവശ്യത്തിന് ഗതികേട് കൊണ്ട് വഴങ്ങി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് അതിൻ്റെ അടിയിൽ തന്നെ വേറെ വാർത്തയുണ്ട്. കുറിച്ചിയിലും കെട്ടിക്കിടക്കുന്നു. കിഴിവ് തർക്കം മൂലം കുറിച്ചി കൃഷിഭവന് കീഴിലുള്ള പാടശേഖരങ്ങളിലെ നെല്ല് ദിവസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്നു. ഒരുപാട് പാടശേഖരങ്ങളിലെ നെല്ല് ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുന്ന വാർത്തയാണ്. സാർ അതിൻ്റെ താഴെ വേറൊരു വാർത്തയുണ്ട്. ഈ പത്രം കോട്ട് ചെയ്തുകൊണ്ടാണ്, മനോരമ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2 കിലോ കിഴിവ് സമ്മതിച്ചിട്ടില്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. 2 കിലോ കിഴിവ് സമ്മതിച്ചിട്ടില്ല പാടശേഖര സമിതി. സാർ പാടശേഖര സമിതി അല്ലാതെ ചില മില്ലുകാരുടെ ഏജന്റുമാരും ഇവരുടെ ചില ആളുകളും പാർട്ടിക്കാരും കൂടി പോയി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ പിന്നെ സാർ എന്താണ് സാർ പ്രശ്നം? 17 ദിവസമായി ഇപ്പോൾ പറഞ്ഞല്ലോ, അനൂപ് ജേക്കബ് സ്വർണ്ണ പണയം വെച്ച് വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് കടം മേടിച്ച് ഈ നെല്ല് വിളയിച്ച് അത് കൊയ്തെടുത്ത് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. സാർ സാധാരണ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം കൊണ്ടുപോകും. ഞാനും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ പോയത്. സാർ പാടം മുഴുവൻ കൊയ്ത നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. 17 ദിവസമാണ്. ഓരോ ദിവസവും നെല്ല് മറിക്കണം. അതിനുള്ള ചിലവ് വേറെയാണ്. നെല്ല് മറിക്കണം. അപ്പോൾ ഈ കിഴിവ് ചോദിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയാണ് മില്ലുകാർ. സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ എടുക്കില്ല എന്ന് പറയാൻ. സാർ അതിൻ്റെ ഇടയിൽ ഒരു മഴ പെയ്യാണ്. മഴ പെയ്താലുള്ള പ്രശ്നം എന്താ? ഇതിൻ്റെ മോയ്സ്ചർ കൂടും, ഈർപ്പം കൂടും. ഈർപ്പം കൂടിക്കഴിഞ്ഞാൽ വീണ്ടും വലിയ തോതിൽ കിഴിവ് വരുത്തും. അവസാനം 17 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നിവർത്തിയില്ലാതെ 2 ദിവസം അടുപ്പിച്ചും മഴ പെയ്തപ്പോൾ എങ്ങനെയെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ സർക്കാരും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് മില്ലുകാർക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ആ പാവപ്പെട്ടവനെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചത്. സാർ ഞാനൊരു ഉദാഹരണം, മന്ത്രിയുടെ പറഞ്ഞു 2% കിഴിവിന് എന്താ കുഴപ്പമെന്ന്. സാർ ഈ പാടശേഖരത്തിൻ്റെ നെല്ലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലായിടത്തുള്ള നെല്ല് പോലെയല്ല. ഇത് A ക്ലാസ് നെല്ലാണ്, പതിരില്ലാത്ത നെല്ലാണ്. ഈ ചരിത്രത്തിൽ ഇന്നേ വരെ നെല്ല് സംഭരണം ആരംഭിച്ചിട്ട് ഇന്ന് വരെ അവിടെ 1% കിഴിവ് പോലും ഒരു മില്ലുകാരും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം കിഴിവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കുട്ടനാട് 5%, 7% ഒക്കെ മേടിക്കും ചില സ്ഥലത്ത് നിന്ന്. ഇവിടെ 1% പോലും കിഴിവ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ കൊല്ലം മില്ലുകാർ വന്നിട്ട് അങ്ങ് പറയുകയാണ് 2%. അടുത്ത വർഷം അത് 3 ആവും, പിറ്റത്തെ വർഷം 4 ആവും, 5ഉം 6ഉം ആവും. ഇങ്ങനെ മില്ലുകാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നതാണോ ശരി? നിങ്ങൾ കൂടിയാലോചന നടത്തി ചർച്ച ചെയ്തൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചർച്ച തുടങ്ങിയത്? പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഞാൻ വഴങ്ങും, അങ്ങ് മന്ത്രിയല്ലേ. സാർ 3 ദിവസമായി ചർച്ച തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. എത്ര ദിവസമായി കെട്ടിക്കിടക്കുകയാണ് സാർ? 17 ദിവസമായി കെട്ടിക്കിടന്നിട്ട് 14 ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ച തുടങ്ങുകയാണ്. പിന്നെ സമ്മർദ്ദം ചെലുത്തി മഴയും കൂടി പെയ്തപ്പോൾ എങ്ങനെയെങ്കിലും ഇനി 10% നിങ്ങൾ കിഴിവ് വെച്ചോ, ഇന്നും കൂടി എടുത്തില്ലെങ്കിൽ അവർ സമ്മതിക്കും. നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പറയും. ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. കർഷക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മില്ലുകാരുടെയും ജോയിന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി പരിശോധിച്ച് കിഴിവിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അത് ചില കർഷകർ സമ്മതിച്ചെങ്കിലും ചില കർഷകർ സമ്മതിക്കാത്ത ഒരു നിലപാടാണല്ലോ. അതിനകത്ത് കിഴിവ് കൂടുതലാണെന്നും കിഴിവ് കൊടുത്താലേ എടുക്കുകയുള്ളൂ എന്നുള്ള നിലപാടൊന്നും ഗവൺമെൻറ് സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഗവൺമെൻറ് വച്ച നിർദ്ദേശം. അതിന് തയ്യാറാകാൻ കഴിയാത്തത് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള കാര്യമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. സാറേ, ഇതുവരെ കിഴിവില്ലാത്ത ഒരു സ്ഥലത്ത് മില്ലുകാരുടെ ആവശ്യപ്രകാരം കിഴിവ് കൊണ്ടുവരിക. ഇങ്ങനെയാണ് കുട്ടനാട്ടിലെ കർഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്.
കിഴിവ് തുടങ്ങി എത്ര ശതമാനമായി? മോയിസ്റ്ററിൻ്റെ പേരിൽ എത്ര ശതമാനമാണ് കുറച്ചു കൊടുക്കുന്നത്? സർക്കാർ സർ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കാൻ സർ ഒരു കാരണവശാലും പാടില്ല. നിങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, നിങ്ങൾ കർഷകരുടെ കൂടെയാണോ മില്ലുകാരുടെ കൂടെയാണോ? അതാണ് ചോദ്യം. അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ അതിനുവേണ്ടി ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറയാൻ സർക്കാർ നിലപാട് സ്വീകരിക്കണം. ഇതുവരെ കിഴിവില്ലാത്ത ഒരു പ്രദേശത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് 1% പോലും കിഴിവില്ലാതെ നെല്ല് കൊണ്ടുപോയല്ലോ. അപ്പോൾ ഒരു പുതിയ ധാനം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. സർ, കുട്ടനാടിൽ പല മേഖലകളിലും 10 ദിവസമായി നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും പുളിങ്കുന്ന്, കിടങ്ങര, 900 പാടശേഖരങ്ങളിൽ ഒക്കെ നെല്ല് കെട്ടിക്കിടക്കുകയാണ് 10 ദിവസം കഴിഞ്ഞിട്ടും. കുട്ടനാടിലെ നെല്ലിനോട് മില്ലുകാർക്ക് അവഗണനയാണ്. കുട്ടനാടല്ലേ കേരളത്തിൻ്റെ നെല്ലറ. അപ്പം മില്ലുകാർ തീരുമാനിക്കും, മില്ലുകാരുടെ ഏജന്റുമാരും തീരുമാനിക്കും. ഈ കിഴിവിൻ്റെ കമ്മീഷൻ ഏജന്റുമാർക്ക് പോകും, ചില ഉദ്യോഗസ്ഥന്മാർക്ക് പോകും. ഈ കിഴിവ്, ഈ പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ കൈയിട്ട് വാങ്ങിക്കുന്ന ഈ കിഴിവിൻ്റെ കമ്മീഷൻ മില്ലുകാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് അടക്കം പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട്. എന്താണ്? ഓപ്പറേഷൻ ബൗൾ, അല്ലേ? റൈസ് ബൗൾ, ഓപ്പറേഷൻ റൈസ് ബോൾ. ഒരു വിജിലൻസ് റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ പാവപ്പെട്ടവൻ്റെ നിന്ന് കൈയിട്ട് വാരുന്ന കാശ് വീതമൊക്കെയാണ് ഇവരെല്ലാവരും ചേർന്നിട്ട്. അതിന് സർക്കാർ ഒരിക്കലും കൂട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സാർ, ചോദിക്കുന്ന കിഴിവ് കൊടുത്തില്ലെങ്കിൽ അവർ ചോദിക്കുന്നതാണ് 5% എന്ന് പറഞ്ഞാൽ 5%. അതായത് 1 കിൻഡൽ എടുക്കുമ്പോൾ 5% ഫ്രീ, 5 കിലോ ഫ്രീ. അങ്ങനെയാകുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ ഏർപ്പാടാണ് ഈ കിഴിവിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം അറിയണം. അതിന് മന്ത്രി പറഞ്ഞൊരു ന്യായീകരണം മില്ലുകാർക്ക് വേണ്ടി പറഞ്ഞത്, ഹൈക്കോടതി ഈ 100 കിൻഡൽ ചെയ്യുമ്പോൾ 68 കിലോ നെല്ല് കൊടുക്കണമെന്ന് തീരുമാനമെടുത്തെന്ന. നേരത്തെ ഇവിടെ 64.5 ആയിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ തീരുമാനമെടുക്കാൻ കാര്യം? ദേശീയ തലത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 68ആണ്. അതായത് 1 കിൻഡൽ നെല്ല് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ 68 കിലോ നെല്ല് കൊടുക്കണമെന്ന്. കേരളത്തിൽ മാത്രമായിരുന്നു 64.5. ഹൈക്കോടതി ആ തീരുമാനം എടുക്കാൻ കാര്യം ദേശീയ തലത്തിലുള്ളൊരു മാനദണ്ഡത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതോടുകൂടി മില്ലുകാർക്ക് ഭയങ്കര സങ്കടമായി, മില്ലുകാർക്ക് ഭയങ്കര നഷ്ടമായി. അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ വീണ്ടും പ്രയാസപ്പെടുത്തണം എന്ന് പറയുന്നത് ശരിയാണോ? സർ, ഞങ്ങളുടെ കാലത്ത് സംഭരണം ആരംഭിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സംഭരണ വില കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാതായി. അപ്പോഴാണ് അന്ന് PRS ഏർപ്പെടുത്തിയത്. പാഡി റെസീറ്റ് ഷീറ്റാണ് PRS എന്ന് പറയുന്നത്. സാറേ, അവിടുത്തെ റെസീറ്റ് കൊടുത്താൽ ബാങ്ക് പൈസ കൊടുക്കും. ബാങ്ക് പൈസ വളരെ ഭംഗിയായിട്ട് അത് പിന്നീട് പോയി. കൃത്യമായിട്ട് കർഷകർക്ക് ഇത് കിട്ടി. ഇപ്പോഴുള്ള പ്രശ്നം എന്തായിരുന്നു? കുറച്ച് നാളായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? PRS കൊടുക്കും, ബാങ്ക് പൈസ കൊടുക്കും. ബാങ്കിന് സർക്കാർ, സപ്ലൈകോ പൈസ കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? ബാങ്കുകാർ ഈ കർഷകന്റെ സിബിൽ സ്കോർ താഴ്ത്തി. ഈ പാവപ്പെട്ടവന് മകളുടെ കല്യാണമാണെങ്കിലും വീട് വെക്കാനാണെങ്കിലും 1 സെന്റ് ഭൂമി പണയം വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സിബിൽ സ്കോർ കുറവായതുകൊണ്ട്, സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ് അവൻ്റെ സിബിൽ സ്കോർ താഴോട്ട് പോയത്. ആ സാഹചര്യം ഉണ്ടായി. സാർ, അങ്ങിവിടെ പറഞ്ഞ കണക്കിലും ഒരുപാട് കോടി രൂപ ബാക്കി കൊടുക്കാനുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തരാനുള്ളത് സപ്ലൈകോയ്ക്ക്, ഞാൻ സപ്ലൈകോയെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അത് അദ്ദേഹം പറയാൻ പറ്റില്ല മന്ത്രിയായതുകൊണ്ട്. സപ്ലൈകോയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളത് 1077 കോടി. ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അങ്ങ് ചോദിച്ചു, അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. ശ്രീ അനൂപ് ജേക്കബിൻ്റെ ഈ അവതരണത്തിൽ ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്ക് തരാനുള്ള പൈസ. 2 കേരള ഗവൺമെൻറ് 1058 കോടി കൊടുക്കാനുണ്ട്. 2135 കോടി രൂപ 2 ഗവൺമെൻറ് കൂടി സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേയ്മെൻറ്റ് വൈകുന്നത്. അവരെവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? അവർ നേരത്തെ സപ്ലൈ ചെയ്ത മാവേലി സ്റ്റോറിൽ സപ്ലൈ ചെയ്ത സപ്ലൈയേഴ്സിന് പൈസ കൊടുത്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ അവർ കൊടുക്കാനുണ്ട്. 14,000 കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത്. അപ്പം നെല്ല് സംഭരണത്തിൻ്റെ പൈസ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടാണ് സപ്ലൈകോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റാണ് സപ്ലൈകോയ്ക്ക് പൈസ കൊടുക്കേണ്ടത്. സപ്ലൈകോയ്ക്ക് കറക്റ്റായി പൈസ 8.8 രൂപ ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഇല്ലേ? പിന്നെ കേന്ദ്ര ഗവൺമെൻറ് 19 രൂപയിൽ നിന്ന് ഇങ്ങനെ പൈസ വർദ്ധിപ്പിച്ച് 23 രൂപയ്ക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ കൊടുത്തുകൊണ്ടിരുന്ന തുക നിലനിർത്തുകയല്ലേ ചെയ്തത്. 8 രൂപ 80 പൈസയിൽ നിന്ന് 5 രൂപ 20 പൈസയാക്കി കുറച്ചു. 8 രൂപ 80 പൈസയിൽ നിന്ന് 5 രൂപ 20 പൈസയാക്കി സ്റ്റേറ്റ് കുറച്ചു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ചതിന്റെ തുക, കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ച, എനിക്ക് 2-3 മിനിറ്റ് കൂടി വേണം. കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ചതിന്റെ തുക
അതിന്റെ ആനുകൂല്യം ഈ പാവപ്പെട്ട കർഷകർക്ക് കിട്ടിയോ? നമ്മൾ കേന്ദ്രത്തിനെ വിമർശിക്കുകയാണ്. 19 രൂപ ഉണ്ടായിരുന്നത് അവർ 23 രൂപ 20 പൈസയാക്കി അവർ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മൾ 8 രൂപ 80 പൈസയായിരുന്നത് 5 രൂപ 20 പൈസയാക്കി കുറച്ചു. അപ്പോൾ അവർ 19 രൂപ ഉണ്ടായിരുന്ന സമയത്ത് കർഷകർക്ക് കിട്ടിയിരുന്ന 28 രൂപയാണ് ഇപ്പോഴും 23 രൂപ കേന്ദ്ര ഗവൺമെന്റ് ആക്കിയപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനാരാ ഉത്തരവാദി? അതിന് സംസ്ഥാന ഗവൺമെന്റാണ് ഉത്തരവാദി. സാർ, ഈ താങ്ങുവില എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പ്രശ്നം അതാണ്. പിന്നെ നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പണം തരാത്തത് എന്താണ് എന്ന് ഞങ്ങളുടെ MP-മാർ പാർലമെന്റിൽ ചോദിച്ചു. അവർക്ക് കിട്ടിയ മറുപടി, ഈ വിതരണത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ കേന്ദ്രത്തിന് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വൈകും, നമുക്ക് വേണമെങ്കിൽ 1 കൊല്ലം വൈകുമെന്ന് തീരുമാനിക്കാം. ഇത് 2018-19 ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇതുവരെ സപ്ലൈകോയിൽ നിന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പണം തരാത്തതെന്ന് MP-മാർക്ക് എഴുതി കൊടുത്തിരിക്കുക. സാർ, പിന്നെ അങ്ങ് പറഞ്ഞു കർഷകരെ ഇതുപോലെ സഹായിച്ചൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. സാർ, പണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അറിയാമോ? ഇപ്പോഴത്തെ ഇവിടെ കൃഷിമന്ത്രി ഇരിക്കുന്നു. കാർഷിക കടാശ്വാസ കമ്മീഷൻ ഇപ്പം ഉണ്ടോ? എത്ര കോടി രൂപയാണ് സാർ കൊടുക്കാനുള്ളത്? ബാങ്കിലേക്ക് പൈസ അടയ്ക്കാത്തത് കൊണ്ട് ബാങ്കുകൾ, സഹകരണ ബാങ്കുകളിലേക്ക് ഈ കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പണമടയ്ക്കാത്തത് കൊണ്ട് ജപ്തി നടപടികൾ ആരംഭിക്കുകയാണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ അടച്ചുപൂട്ടി. അതാണോ നിങ്ങളുടെ പുതിയ കാര്യം ഇവിടെ പറഞ്ഞത്? സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കർഷകർ വലിയ സങ്കടത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇവിടെ പറഞ്ഞതുപോലെ നെൽകൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുകയാണ്. നെല്ലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു, ഉൽപ്പാദനക്ഷമത കുറഞ്ഞു, ആളുകൾ പിന്നോക്കം പോവുകയാണ്. വളരെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മണ്ണിനോട് അദമ്യമായ സ്നേഹമുള്ള കുറേ പാവപ്പെട്ട കർഷകർ, വേറൊരു നിവൃത്തിയില്ലാത്ത കുറേ പാവങ്ങളാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ അവരുടെ സങ്കടം കാണണം, കരച്ചിൽ കാണണം. കഠിനാധ്വാനം ചെയ്ത് കടം മേടിച്ച് ഉണ്ടാക്കിയ നെല്ല് കൂട്ടിയിട്ടിരിക്കുക, എന്നിട്ട് അവരോട് ബാർഗെയിൻ ചെയ്യാണ്. സാർ, ഈ സ്ഥിതിവിശേഷം അവസാനിപ്പിക്കണം. സാർ, നെല്ല് സംഭരണത്തിന് ഒരു ചിട്ടയായ സംവിധാനം കൊണ്ടുവരണം. കർഷകരെ ബുദ്ധിമുട്ടിക്കരുത്. അവിടെ അവൻ്റെ കണ്ണീര് വീഴരുത്. മഴ പെയ്യുന്നത് പോലെ അവൻ്റെ കണ്ണീര് വീഴരുത്. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഉൽപ്പന്നത്തിൻ്റെ മീതെ, ആ നെല്ലിൻ്റെ മീതെ, നമ്മുടെ അന്നമല്ലേ നെല്ല്, അതിൻ്റെ മീതെ കർഷകൻ്റെ കണ്ണീര് വീഴുന്ന നടപടികളാണ് സർക്കാർ ചെയ്യുന്നത്. സാർ, നെൽ കർഷകരോട് ഈ സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും. സർ, വളരെ